ഹലോ ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് നിങ്ങളുടെ മുൻപിൽ ചില ടോപ്പിക്കുമായിട്ട്. അത് വേറൊന്നുമല്ല, ഒറ്റപ്പെടൽ ജീവിതത്തിൽ മനുഷ്യനെ ബാധിക്കുമോ? അത് ഏതൊക്കെ തരത്തിൽ മനുഷ്യനെ ബാധിക്കും? ഒറ്റപ്പെടൽ ഒരു വിപത്താണ്. അത് മനുഷ്യനെ വല്ലാതെ കാർന്നിരുന്ന ഒരു അസുഖമായിട്ട് വേണമെങ്കിൽ പറയാം. അത് പ്രായം ചെന്നവരെയാണ് കൂടുതലും മാനസികമായിട്ട് തളർത്തുന്നത്. നമ്മൾ മാതാപിതാക്കൾ, ഒറ്റപ്പെട്ട് കഴിയുന്ന മാതാപിതാക്കൾ, നമ്മൾ വിദേശത്തും നാട്ടിലൊക്കെ ജോലി സ്ഥലത്ത് പോകുമ്പോൾ നമ്മളെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ അത് വല്ലാത്തൊരു വൈകാരികമായ സംഭവം തന്നെയാണ്. നമ്മൾ ഒരു തവണയെങ്കിലും അവരെ ഒന്ന് വിളിക്കുകയോ അവരെ വീഡിയോ കോളിലെങ്കിലും കണ്ട് സംസാരിക്കുകയോ ചെയ്യണം. അതുവഴി അവർക്ക് കിട്ടുന്ന മാനസികമായ ആ ബലം, ആ മാനസികമായ കരുത്ത്, ഇതൊക്കെ വളരെ അത്യാവശ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ തമ്മിൽ ഈ ഫോൺ വിളികളായാലും സംസാരങ്ങളായാലും കുറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരകൽച്ച ഫീൽ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കൂട്ടുകാരെ, നിങ്ങളുടെ അഭിപ്രായം അതൊക്കെ തന്നെയല്ലേ? അതാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്കങ്ങനെയാണ് തോന്നാറുള്ളത്. ജീവിതത്തിൽ ബന്ധങ്ങൾക്ക് വലിയ വില കൊടുക്കുന്ന ആളാണ് ഞാൻ. അതെനിക്ക് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഒരു ദിവസമെങ്കിലും ഞാൻ എൻ്റെ അമ്മയും അച്ഛനെയും വിളിക്കാതിരിക്കത്തില്ല. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും നമ്മളെ മാതാപിതാക്കളെ ഫോണിൽ സംസാരിക്കാനെങ്കിലും സമയം കണ്ടെത്തണം. ഇപ്പോഴത്തെ സമൂഹത്തിൽ ഒറ്റപ്പെടൽ കാരണം പുതിയ തലമുറയും ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. ഹോസ്റ്റലുകളിലും ബോർഡിങ്ങുകളിലും പിള്ളേരനുഭവിക്കുന്ന മാതാപിതാക്കൾ കൊണ്ട് വിദ്യാഭ്യാസത്തിനായി നമ്മൾ പോകുന്ന പിള്ളേരുണ്ട്. അവർ അനുഭവിക്കുന്ന മാനസിക വ്യതകൾ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ കൂടുതലും കൊച്ചുകുട്ടികളും ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട്. അവരുടെ ജീവിതചര്യയിൽ അവർ ഉൾപ്പെടുത്തി കൊണ്ടുപോകുന്നത് ഒരു പ്രധാനമായ പങ്ക് മാതാപിതാക്കളിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇച്ചിരി നേരമെങ്കിലും അവരുമായി സമയം സ്പെൻഡ് ചെയ്യണം. അല്ലെങ്കിൽ അവർക്ക് മനസ്സ് തകർന്നു പോകും. നമ്മൾ പണമെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് വരുമ്പോൾ നമ്മളെ വീട്ടിൽ നമ്മൾ സമാധാനവും ശാന്തിയും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് പണം കൊണ്ടൊരു അർത്ഥമില്ല. ജീവിതം അർത്ഥപൂർണമാകുന്നത് സന്തോഷവും സമാധാനവുമാണ്. എവിടെ ഒറ്റപ്പെടുന്നുണ്ടോ അവിടെ മാനസികമായ വിഷമവും കാണും. നമ്മൾ ഒറ്റപ്പെടലിനെ തരണം ചെയ്യാൻ പഠിക്കുക. എന്നും ഒറ്റപ്പെട്ട ഒരാൾ നമ്മൾ കൂടെ ഉണ്ടാവണമെന്നുമില്ല. പക്ഷെ അത് പുതിയ തലമുറയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത് നമ്മൾ ശ്രമിക്കണം. ഇത്രയുള്ള കൂട്ടുകാരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.